ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു 3 ദിവസം മുന്നേ ഞാനൊരു കഥ പറഞ്ഞായിരുന്നു. അതിന്റെ ബാക്കി വേണമെങ്കിൽ 1000 കമന്റും 10,000 ലൈക്കൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ 1000ഓളം കമന്റ് ഇട്ട് കഴിഞ്ഞു. അപ്പൊ പിന്നെ അതിന്റെ അടുത്ത ഭാഗം പറയേണ്ടത് എന്റെ കടമയല്ലേ. അതിന്റെ ആദ്യ ഭാഗം കാണാത്തവർക്ക് അത് വേണമെങ്കിൽ പോയിട്ട് കാണാം. ഇനി അത് കണ്ടിട്ടില്ലെങ്കിലും ഒരു 2 മിനിറ്റ് കൊണ്ട് ആദ്യ ഭാഗത്തിന്റെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. റോസും ക്രിസ്റ്റഫറും അവർക്ക് മകളില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഓർഫനേജിൽ നിന്നും ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണ്. അവളുടെ പേര് ഷാരോൺ എന്നാണ്. പല തവണയായിട്ട് ഷാരോൺ ഓരോ ദുസ്വപ്നങ്ങൾ കാണുകയാണ്. അവളിങ്ങനെ പലതവണ കരയുന്നുണ്ട്, ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. മകളുടെ ഈ ഒരു ബുദ്ധിമുട്ട് കണ്ട് ഇത് അസഹനീയമായപ്പോ ആ പ്രശ്നം തീർക്കാനായിട്ട് ഷാരോൺ ഉറക്കത്തിൽ പറഞ്ഞിരുന്ന സൈലന്റ് ഹിൽ എന്ന സ്ഥലത്തേക്ക് അവളുടെ അമ്മ റോസ് അവളെ കൊണ്ടുപോവാണ്. എന്നാൽ അവിടെ എത്തിയപ്പോഴല്ലേ മനസ്സിലാവുന്നത് അതൊരു സാധാരണ നഗരമായിരുന്നില്ല. നശിച്ചുപോയ, സാധാരണ ഒരാൾക്കും കയറി വരാൻ കഴിയാത്ത മറ്റൊരു ഡയമെൻഷനായി മാറിക്കഴിഞ്ഞ ഒരു നഗരമായിരുന്നു. അവിടെ എത്തിയ സമയത്ത് ഒരു അപകടത്തിലൂടെ റോസിന് മകളായിട്ടുള്ള ഷാരോണിനെ നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ പിന്നീട് ആ നഗരത്തിൽ കണ്ട ഓരോ കാര്യങ്ങളും വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരുപാടധികം മോൺസ്റ്റേഴ്സ്. ഇതിനിടയിലൂടെ എല്ലാം തന്റെ മകളെ സാഹസികമായിട്ട് തന്നെ തേടി നടക്കുകയാണ് റോസ്. എന്നാൽ ഇതേ നേരം തന്നെ റോസിനെയും മകളെയും തേടി ഇതേ സ്ഥലത്തേക്ക് അവളുടെ ഭർത്താവായിട്ടുള്ള ക്രിസ്റ്റഫർ വന്നിട്ടുണ്ട്. എന്നാൽ അവർക്ക് ആ ഒരു ഡയമെൻഷനിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. അവർ നോർമൽ ആയിട്ടുള്ള നമ്മുടെ ഭൂമിയിലുള്ള സൈലന്റ് ഹിൽ എന്ന ഒരു നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പൂർണ്ണമായിട്ടും തീ പിടിച്ച് നശിച്ചു പോയ ഒരു നഗരമായിരുന്നു അത്. ഒരുപാട് ക്രിസ്റ്റഫറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പോലീസും അവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നെങ്കിലും അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവസാനം ക്രിസ്റ്റഫർ ഒരു രഹസ്യം കണ്ടുപിടിക്കുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മാത്രം ദത്തെടുത്ത അവരുടെ മകളായിട്ടുള്ള ഷാരോണിനെ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ ഏകദേശം 10-30 വർഷങ്ങൾക്ക് മുന്നേ സൈലന്റ് ഹിൽ വെച്ച് ആയിരിക്കും ചില ആൾക്കാർ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ശരിക്കും ആ ഒരു കാര്യം അറിഞ്ഞ് ക്രിസ്റ്റഫർ ഞെട്ടിപ്പോവാണ്. കാരണം എങ്ങനെയാണ് താൻ ദത്തെടുത്ത മകളായിട്ടുള്ള ഷാരോണിന്റെ അതേ മുഖച്ഛായ തന്നെ ആ പെൺകുട്ടിക്ക് വന്നത്? ആ പെൺകുട്ടിയുടെ പേര് അലീഷ എന്നായിരുന്നു. ഇതേ നേരം സൈലന്റ് ഹില്ലിന്റെ ആ ഒരു ഡാർക്ക് ഡയമെൻഷനിൽ പെട്ടുകിടക്കുന്ന റോസ് മകളെ തേടി പോകുന്ന സമയത്ത് പല രഹസ്യങ്ങളും കണ്ടുപിടിക്കുകയാണ്. അവിടെ വെച്ച് ഒരു ഭ്രാന്തിയെ കാണുന്നുണ്ട്. ആ ഡയമെൻഷനിൽ പെട്ടുകിടക്കുന്ന വേറെയും ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. അവരെല്ലാം ഈ ഭ്രാന്തിയായിട്ടുള്ള സ്ത്രീയെ കാണുമ്പോൾ കല്ലെറിയും, ഓടിപ്പിക്കും. മാത്രമല്ല ആ നഗരത്തിനൊരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് ഒരു സൈറം അടിച്ചു കഴിഞ്ഞാൽ അവിടെ ആകെ ഇരുട്ട് വ്യാപിക്കും. ഇരുട്ട് വ്യാപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മോൺസ്റ്റേഴ്സ് എവിടുന്നാ വരുന്നതെന്ന് പോലും അറിയില്ല. വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ക്രൂരമായിട്ട് കൊല്ലും. എന്നാൽ ഒരാളെ മാത്രം ആ ഒരു മോൺസ്റ്റേഴ്സ് കൊല്ലുന്നില്ല. അത് മറ്റാരുമല്ല, ഈ ഭ്രാന്തിയായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ, ധാലിയ. അവരെയായിരുന്നു. അവരെ കൊല്ലില്ല. പിന്നീടാണ് പതിയെ പതിയെ നമ്മുടെ റോസ് ആ രഹസ്യം മനസ്സിലാക്കിയത്. ഈ നഗരം ഒരു മഹാവിപത്തിലൂടെ ഇങ്ങനെ നശിച്ചു പോകാൻ കാരണം ഇവര് തന്നെയാണ്, ഈ നാട്ടുകാർ തന്നെയാണ്. അവരുടെ അന്ധമായ സാത്താനിക് വിശ്വാസങ്ങളാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അവരെന്താണ് ഈ നഗരത്തിൽ ചെയ്തു കൂട്ടിയെന്നും റോസിന് മനസ്സിലാവുന്നുണ്ട്. അന്ന് ആ നഗരത്തിൽ അച്ഛനില്ലാത്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു അലീഷ. അവളുടെ അമ്മയായിരുന്നു ധാലിയ. ചില സൈക്കിക് പവർ ഉണ്ടായിരുന്ന അലീഷയെ അവര് കണ്ടത് ഒരു ചെകുത്താന്റെ സന്തതിയായിട്ടാണ്, ഡീമനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ചെറിയ പെൺകുട്ടിയെ ഇവര് വളരെ ക്രൂരമായ രീതിയിൽ ഒരു കർമ്മത്തിന് വിധേയമാക്കുന്നുണ്ട്. അതിന് കൂട്ടുനിന്നത് ആ പെൺകുട്ടി പഠിച്ച സ്കൂളിലെ ഹെഡ് മിസ്റ്റേഴ്സ് ആയിട്ടുള്ള ക്രിസ്റ്റാബെല്ലയായിരുന്നു. അതായത് ജീവനോടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീയുടെ മുകളിൽ ആ പാവം പെൺകുട്ടി ഇവര് നിർത്തി. ജീവനോടെ അവളുടെ ശരീരങ്ങൾ കത്തി എരിഞ്ഞുപോയി. എന്നാൽ അവൾ പൂർണ്ണമായിട്ടും മരണപ്പെടുന്നില്ല. അവൾ മറ്റൊരു അവസ്ഥയിലേക്ക് പോവാണ്. അവളുടെ ശരീരത്തിൽ നിന്നും അവളുടെ ആത്മാവ് പുറത്തേക്ക് വരുന്നുണ്ട്. അവളുടെ ഒരു ഡാർക്ക് സൈഡ് ആയിരുന്നു അത്. അവളുടെ ആ ഒരു ഡാർക്ക് സൈഡിന് പലതും ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു. അലീഷ എന്ന ആ ഒരു കുഞ്ഞിനെ ദ്രോഹിച്ച എല്ലാവരോടും അവൾ പ്രതികാരം ചെയ്യുന്നുണ്ട്. ആ നഗരത്തെ തന്നെ അവൾ കത്തിച്ചില്ലാതാക്കുകയാണ്. സൈലന്റ് ഹില്ലിനെ അവൾ ഒരു ഡാർക്ക് ഡയമെൻഷനിലേക്ക് കൊണ്ടുപോവാണ്. മാത്രമല്ല അന്ന് അലീഷ മരണത്തിന്റെ വക്കിലെത്തിയ സമയത്ത് അവളുടെ ആത്മാവ് പുറത്തേക്ക് വന്നു എന്ന് പറയുന്നില്ലേ, അത് രണ്ടായിട്ട് സ്പ്ലിറ്റായി. ഒന്ന് നല്ല ഭാഗവും ഒന്ന് ചീത്ത ഭാഗവും, ഡാർക്ക് ആയിട്ടുള്ള ഭാഗം. അവളാണ് ഈ ഡാർക്ക് സിറ്റി ഉണ്ടാക്കിയതും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും. ആത്മാവിന്റെ മറ്റൊരു ഭാഗത്തിനെ അവൾ ഒരു ഓർഫനേജിൽ കൊണ്ടുവെക്കുകയും ചെയ്തു. പിന്നീട് ആ കുട്ടി വളർന്നു വലുതായപ്പോഴാണ് ഷാരോൺ എന്ന് പേരായതും അതുപോലെ തന്നെ അവളെ ഈ ക്രിസ്റ്റഫറും അതുപോലെ തന്നെ റോസും ദത്തെടുത്തത്. എന്നാൽ സൈലന്റ് ഹിൽ, ആ ഡാർക്ക് ഡയമെൻഷൻ, അവിടെയുള്ള ചില ആൾക്കാരെ കൂടെ ഈ അലീഷയുടെ ആ ഡാർക്ക് സൈഡിന് പണിഷ് ചെയ്യണമായിരുന്നു. അതിനെക്കൊണ്ട് അവൾക്ക് പറ്റുന്നില്ല. കാരണം അവരെല്ലാവരും ഒരു ചർച്ചിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അതിന് പുറത്തേക്ക് കടന്നാൽ മാത്രമേ ഡാർക്ക് സൈഡ് ആയിട്ടുള്ള അലീഷയ്ക്ക് അവരെ കൊല്ലാൻ കഴിയുള്ളൂ, പ്രതികാരം വീട്ടാൻ കഴിയുള്ളൂ. അങ്ങനെ അവളുടെ ആ ഒരു പ്രതികാരം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വപ്നങ്ങൾ ഷാരോണിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്ത് ഷാരോണിനെയും അതുപോലെ റോസിനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. പിന്നീട് ഇങ്ങോട്ടേക്ക് എത്തിയ മകളെ തേടി നടക്കുന്ന റോസിന്റെ ഉള്ളിലേക്ക് അലീഷയുടെ ആ ഒരു ഡാർക്ക് സൈഡ് ആത്മാവ് കയറി ആ ചർച്ചിലേക്ക് പോയിട്ട് പ്രതികാരം വീട്ടുകയാണ്. അതായത് പാവം കുട്ടിയായിട്ടുള്ള അലീഷയെ ക്രൂരമായ ഒരു കർമ്മത്തിന് വിധേയമാക്കിയ അവരെല്ലാവരെയും അതേ നാണയത്തിൽ തന്നെ അവൾ പണിഷ് ചെയ്യുകയാണ്. ഇതേ നേരം തന്നെ തന്റെ മകളായിട്ടുള്ള ഷാരോണിനെ അവളെ കണ്ടുപിടിച്ചായിരുന്നു റോസ്. ഇപ്പൊ ഷാരോണിനെയും കൂട്ടി സൈലന്റ് ഹിൽ എന്ന ആ ഒരു ഡാർക്ക് ഡയമെൻഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കുക.
നടക്കുകയാണ്. ഇതേ നേരം ഭാര്യയും മകളെയും കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് നിരാശയിലിരിക്കുന്ന ക്രിസ്റ്റഫറുടെ അടുത്തേക്ക് ഇവരെത്തുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ചാണ് ആ വലിയ സത്യം മനസ്സിലാക്കുന്നത്. ശരിക്കും റോസും ഷാരോണും ആ ഒരു ഡാർക്ക് ഡയമെൻഷൻ വിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. അവരിപ്പോഴും ആ ഒരു ഡയമെൻഷന്റെ ഉള്ളിൽ തന്നെയാണ്. അവരിപ്പോ വീട്ടിലേക്ക് വന്ന സമയത്ത് ക്രിസ്റ്റഫറിന് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, പക്ഷേ അവരെ കാണാൻ കഴിയുന്നില്ല. ഇവിടെയാണ് ആദ്യ ഭാഗം തീർന്നത്. പിന്നീട് ഈ സിനിമയുടെ അടുത്ത ഭാഗം തുടങ്ങുന്നത് തന്നെ ക്രിസ്റ്റഫറിനെ കാണിച്ചുകൊണ്ടാണ്. അതായത് ക്രിസ്റ്റഫറിന് മനസ്സിലായി വീട്ടിലേക്ക് ആരോ വന്നിട്ടുണ്ടെന്ന്. അത് റോസും അതുപോലെ തന്നെ ഷാരോണാണ് മനസ്സിലായി, പക്ഷെ അവരെ കാണാൻ കഴിയുന്നില്ല. ഇപ്പൊ യാദൃശികമായി അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിയിലേക്ക് നോക്കിയപ്പോ കണ്ണാടിയിൽ ഒരു പ്രതിബിംബം പോലെ അവളെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ റോസ് ക്രിസ്റ്റഫറിനോട് പറയാണ്, പേടിക്കരുത്, അതുപോലെ സങ്കടപ്പെടാനും പാടില്ല. നമ്മുടെ മകളെ എന്ത് തന്നെ വന്നാലും ശരി നിങ്ങൾ സംരക്ഷിക്കണം. ഞാൻ ഇതുപോലെ ഒരു ഡാർക്ക് വേൾഡിൽ പെട്ടുകിടക്കുകയാണ്. എനിക്ക് ഒറ്റയടിക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. മാത്രമല്ല നമ്മുടെ മകളെ തേടി ചില ആൾക്കാർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു കാരണവശാലും അവർക്ക് നീ നമ്മുടെ മകളെ വിട്ടുകൊടുക്കരുത്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഒരു മെഡാലിയൻ, അതിന്റെ പേരാണ് സീൽ ഓഫ് മെറ്റാട്രോൺ. അതിന്റെ പാതി ഭാഗം മാത്രമേ എന്റെ കയ്യിലുള്ളൂ. എന്തായാലും അതിപ്പോ ഞാൻ മകളുടെ കയ്യിൽ കൊടുത്തയച്ച് ഞാൻ അവളെ അങ്ങോട്ടേക്ക് വിടുകയാണ്. നീ അവളെ സംരക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ക്രിസ്റ്റഫറിന്റെ അടുത്ത് നിന്നും ആ ഒരു ഡാർക്ക് ഡയമെൻഷന്റെ ഉള്ളിലേക്ക് തന്നെ റോസ് തിരിച്ചു പോവാണ്. ഇതേ നേരം അവിടുത്തെ സോഫയിൽ ബോധമില്ലാതെ കിടക്കുന്ന ഷാരോണിനെ കാണുകയാണ്. വേഗം തന്നെ ക്രിസ്റ്റഫർ അങ്ങോട്ടേക്ക് ചെന്ന് അവളെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും നേരം നടന്ന ഒരു കാര്യം ഷാരോണിന് ഓർമ്മയില്ല. എന്താ അച്ഛാ, എന്താ പറ്റിയത്, അമ്മ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോ ക്രിസ്റ്റഫർ വളരെ വിഷമത്തോടു കൂടി പറയണ, മോളെ ഒന്നുമില്ല, ഒരു അപകടം സംഭവിച്ചു, മോളുടെ അമ്മ മരിച്ചുപോയി എന്ന് പറയാം. ഇതേ നേരം തന്നെ ഷാരോണിന്റെ കയ്യിൽ നിന്നും ആ മെഡാലിയന്റെ പകുതി ഭാഗം താഴേക്ക് വീഴുന്നുണ്ട്. ഇവിടെയാണ് പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, സൈലന്റ് ഹിൽ റെവലേഷൻ. ഇപ്പൊ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. അതുപോലെ തന്നെ ഷാരോൺ വളർന്നു വലുതായി ഒരു ടീനേജ് പെൺകുട്ടിയായിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ ഷാരോണിനെ കാണിക്കുമ്പോൾ അവൾ ഭയങ്കര ഭയത്തിലാണ്, എങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറെ സർക്കസ് എല്ലാം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ പ്രത്യേക തരത്തിൽ വസ്ത്രം ധരിച്ച ചില ആൾക്കാർ അവർ പിടിക്കാൻ വരികയാണ്. ഇതേ നേരം തന്നെ അവരിൽ നിന്നും ഒളിക്കാനായിട്ട് ഷാരോൺ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു റൈഡിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ആ നേരം ആ റൈഡിന്റെ ഉള്ളിലായിട്ട് ചില ആളുകളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. പോരാത്തതിന് ഒരു വല്ലാത്തൊരു മോൺസ്റ്റർ, ഭീമാകാരമായ ശരീരം, തലയിൽ പിരമിഡ് പോലെ ഒരു വലിയ ഇരുമ്പിന്റെ കഷ്ണവും വെച്ചിട്ടുണ്ട്. അതിനും പുറമെ ഷാരോണിനെ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു രൂപം, അതായത് അവളുടെ ഡാർക്ക് സൈഡാണത്. ഇപ്പൊ ആ ഒരു ഡാർക്ക് സൈഡ് ഷാരോണിനെ നോക്കിയിട്ട് പറയാണ്, ഒരു കാരണവശാലും സൈലന്റ് ഹില്ലിലേക്ക് വരരുത്, വന്നു കഴിഞ്ഞാൽ എല്ലാം നശിക്കുന്നു പറയാണ്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ കെട്ടിയിട്ട ആൾക്കാരും ആ സ്ഥലവും എല്ലാം കൂടി ഒരുമിച്ച് നിന്ന് കത്താൻ തുടങ്ങുകയാണ്. ഈ ഒരു ദുസ്വപ്നം കണ്ടാണ് ഷാരോൺ ചാടി എഴുന്നേൽക്കുന്നത്. ഇപ്പൊ അവളുടെ കരച്ചിൽ കേട്ട് അച്ഛൻ അങ്ങോട്ടേക്ക് ഓടി വരികയാണ് കേട്ടോ. ക്രിസ്റ്റഫർ എന്താ മോളെ ചോദിച്ചപ്പോൾ അവൾ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ പറയാണ്. ഇപ്പൊ ക്രിസ്റ്റഫർ പറയണ, മോളെ എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാരണവശാലും മോള് സൈലന്റ് ഹില്ലിലേക്ക് പോകാൻ പാടില്ല കേട്ടോ. അവളിങ്ങനെ അതും കേട്ട് തലയാട്ടുമ്പോൾ എവിടുന്ന് വന്ന ഒരു രൂപം അവളുടെ അച്ഛനെ 2 കഷ്ണമായിട്ട് വെട്ടിമുറിക്കുകയാണ്. ആ രക്തം അവളുടെ മുഖത്തായി അവൾ ഉറക്കനെ കരയുന്നുണ്ട്. ഇപ്പോഴാണ് ശരിക്കും അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അതായത് സ്വപ്നത്തിന്റെ ഉള്ളിൽ മറ്റൊരു സ്വപ്നം എന്ന് പറയുന്നത് പോലെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ അച്ഛന്റെ കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ഷാരോൺ. ഇപ്പോൾ മാത്രമല്ല ഇന്ന് അവളുടെ 18 വയസ്സ് തികയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് സമ്മാനമായിട്ട് ഒരു ഗിഫ്റ്റ് ക്രിസ്റ്റഫർ കൊടുക്കുകയാണ്. നോക്കുമ്പോൾ അതൊരു കോട്ടായിരുന്നു. എന്നാൽ ആ കോട്ട് കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോവാണ്. ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തിൽ അവൾ ധരിച്ച അതേ കോട്ട് തന്നെ. അവളുടെ അമ്പരപ്പ് കണ്ട് ഇപ്പോൾ ക്രിസ്റ്റഫർ ചോദിക്കണ, എന്താ മോളെ ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പൊ ഷാരോൺ പറയണേ, ഇല്ല അച്ഛാ, എനിക്ക് ഇഷ്ടമായി. പിന്നീട് മറ്റൊരു കാര്യം കൂടെ ക്രിസ്റ്റഫർ മോളോട് പറയുന്നുണ്ട്, മോളെ നീ എനിക്കൊരു വാക്ക് തരണം, ഒരു കാരണവശാലും നീ സൈലന്റ് ഹിൽ എന്ന ആ സ്ഥലത്തേക്ക് പോകാൻ പാടില്ല. ഇത് കേട്ട് വീണ്ടും ഷാരോൺ ഞെട്ടിപ്പോവാണ്. അതായത് സ്വപ്നത്തിൽ കണ്ട ആ കാര്യങ്ങളൊക്കെ അതുപോലെ റിയൽ ലൈഫിൽ സംഭവിക്കുകയാണ്. ഇപ്പൊ അവള് പറയുന്നത്, അച്ഛൻ പറയുന്ന ഒരു കാര്യം ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ലല്ലോ, ഈ കാര്യം ഞാൻ അനുസരിക്കും. എന്നാൽ ഞാൻ കോളേജിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ കോളേജിലേക്ക് പോവാണ്. അവൾ പോയി കഴിഞ്ഞപ്പോൾ അവളുടെ ചില പുസ്തകങ്ങളൊക്കെ ക്രിസ്റ്റഫർ നോക്കുന്നുണ്ട്. ആ നേരത്ത് അവൾ വരച്ചു വെച്ച ചില ചിത്രങ്ങൾ ക്രിസ്റ്റഫർ കാണുകയാണ്. അതായത് സൈലന്റ് ഹില്ലുമായിട്ട് അവൾക്ക് ഇപ്പോഴും ബന്ധമുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ അവളെ കൂട്ടാനായിട്ട് അവിടുന്ന് ആരെങ്കിലും വരുമെന്ന് ഇപ്പൊ ക്രിസ്റ്റഫറിന് മനസ്സിലായി. അയാൾ ആ ഒരു പുസ്തകം എടുത്ത് ഇയാളുടെ ഒരു പെട്ടിയുണ്ട്, ആർക്കും തുറക്കാൻ അനുവാദമില്ല, ആ പെട്ടിയുടെ ഉള്ളിലേക്ക് ഈ പുസ്തകം വെക്കുകയാണ്. ഇതേ നേരം തന്നെ ഷാരോൺ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പിച്ചക്കാരന്റെ മുഖം കണ്ട് അവൾ ഞെട്ടിപ്പോവാണ്. അതായത് സ്വപ്നത്തിൽ കണ്ടതുപോലെയുള്ള ഒരു ഭീകര രൂപിയുടെ മുഖം. അത് കണ്ട് അവൾ അങ്ങനെ പേടിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അവളെ വിളിക്കുന്നുണ്ട്. ആളുടെ പേര് ഡഗ്ലസ് എന്നാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനായിരുന്നു. എന്താ മോളെ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവാണ്. ഇതേ സമയത്തിന് ഡഗ്ലസ് ചോദിക്കുന്നുണ്ട്, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, നിന്റെ പേരെന്താ, നീ എവിടുന്നാ വരുന്നത്? ഇത് കണ്ട സമയത്ത് പെട്ടെന്ന് തന്നെ ഷാരോൺ അവിടുന്ന് പോവാണ്. അയാളോട് സംസാരിക്കാൻ നിൽക്കുന്നില്ല. ഇതിനുശേഷം ഷാരോൺ നേരെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ആ സ്കൂളിൽ പുതുതായിട്ട് അവൾ ജോയിൻ ചെയ്യാണ്. ഇടയ്ക്കിടയ്ക്ക് അവൾ സ്കൂൾ മാറാറുണ്ട്. അതുപോലെ മാറി ഇങ്ങോട്ടേക്ക് വന്നതാണ്. അതുകൊണ്ട് തന്നെ അവളെ സ്വയം പരിചയപ്പെടുത്താനായിട്ട് ടീച്ചർ പറയുന്നുണ്ട്. ഇപ്പൊ ഷാരോൺ എഴുന്നേൽക്കുകയാണ്, അവളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ എന്നോട് ആരും കൂട്ടുകൂടാൻ വരണ്ട, എനിക്ക് അതിനുള്ള സമയമില്ല. എന്റെ 11ാമത്തെ വയസ്സ് മുതൽ ഇപ്പൊ വരെ ഏകദേശം ഒരു 5-6 സ്കൂളിലേക്ക് ഞാൻ മാറി പോയിട്ടുണ്ട്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാലോ ഞാൻ അത്ര ഓക്കെ ആയിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് എന്നോട് ആരും കമ്പനി കൂടാൻ വരണ്ടെന്ന് പച്ചയ്ക്ക് അവൾ പറയാണ്. എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പയ്യൻ വിൻസെന്റ് കൂപ്പർ അവളെ നന്നായിട്ട്
ശ്രദ്ധിക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും അവളെ കളിയാക്കുന്ന സമയത്ത് വിൻസെന്റ് മാത്രം അവളെ കളിയാക്കുന്നില്ല. കാരണം വിൻസെന്റ് കൂപ്പറും ഇപ്പൊ പുതുതായിട്ട് ഈ സ്കൂളിലേക്ക് വന്നതാണ്. അങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ആ വരാന്തയിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ടപാട് അവിടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ മാഞ്ഞുപോയി. ഒറ്റയടിക്ക് സൈലന്റ് ഹിൽ, ആ ഡാർക്ക് ഡയമെൻഷൻ പോലെ ഈ സ്ഥലം മാറുന്നുണ്ട്. മാത്രമല്ല മുഖമില്ലാത്തൊരു മോൺസ്റ്റർ അവൾക്ക് നേരെ വരികയാണ്. ഇത് കണ്ട് അവൾ ആകെ കരഞ്ഞ് ബേക്കിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ ദേഹത്ത് തട്ടുന്നുണ്ട്. ആ ആള് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ വിൻസെന്റ് കൂപ്പർ ആയിരുന്നു. അവനിപ്പോ ചോദിക്കുകയാണ് എന്താ പറ്റിയത്. ഇപ്പൊ ഷാരോൺ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവള് കണ്ടതെല്ലാം വെറും മായയായിരുന്നു. അതൊന്നും റിയൽ ആയിട്ട് അവളുടെ അടുത്തില്ല. കുറച്ചു നേരത്തേക്ക് അവളൊന്ന് പകച്ചു പോയി കേട്ടോ. ഇപ്പൊ ഈ ഒരു വിൻസെന്റ് കൂപ്പർ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത്. പിന്നീട് അവളോട് സംസാരിച്ചൊരു ഫ്രണ്ട്ലി ആയിട്ട് കൂടാനൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പൊ ഒറ്റയടിക്ക് മുഖത്ത് അടിച്ചതുപോലെ തന്നെ ഷാരോൺ പറയാണ്, വെറുതെ ഞാനുമായിട്ട് കമ്പനി കൂടാൻ വരണ്ട, എനിക്കതിന് താല്പര്യമില്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന് പഠിക്കാനാ, അതുകൊണ്ട് നീ വിട്ട് പിടിച്ചേക്കെന്ന് പറഞ്ഞിട്ട് അവള് സ്കൂള് വിട്ട് പുറത്തേക്ക് ഇറങ്ങണം. എന്നാൽ ഇറങ്ങിയ പാട് തന്നെ രാവിലെ കണ്ട ആ ഒരു പോലീസുകാരനെ അവൾ വീണ്ടും കാണുകയാണ്. അതായത് ആ ഒരു ഡഗ്ലസിനെ. അവൾക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് വേഗം തന്നെ അവിടുന്ന് പോവാണ്. അവൾ അപ്പൊ തന്നെ അച്ഛനെ വിളിക്കുന്നുണ്ട്, അച്ഛാ ഇതുപോലെ ഒരാൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പൊ തന്നെ ക്രിസ്റ്റഫർ പറയുന്നുണ്ട്, മോളെ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിലേക്ക് വരണ്ട, ഞാൻ പറയുന്ന ആ മാളിലേക്ക് നീ പോയിക്കോ, ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയാണ്. ഇപ്പൊ ക്രിസ്റ്റഫറിനെ കാണിക്കുകയാണ്. അവൻ വേഗം ഫോൺ വെച്ച് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീടിന്റെ പുറത്ത് ആരും ഒരാൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ അപ്പൊ തന്നെ ക്രിസ്റ്റഫറിനെ തട്ടിക്കൊണ്ടുപോവാണ്. അത് ആരാണെന്നോ എന്തിനാണ് ക്രിസ്റ്റഫറിനെ ഇവിടുന്ന് കൊണ്ടുപോയതെന്നോ ഒന്നും അറിയില്ല. ഇതേ നേരം ആ ഒരു മാളില് കുറെ നേരമായിട്ട് അച്ഛനെ കാത്തിരിക്കുകയാണ് ഷാരോൺ. ഇപ്പൊ അച്ഛനെ കാണാനില്ല. എന്നാൽ അതേ നേരം അവിടെ ഒരുപാട് ബലൂണുകൾ, അതിലെല്ലാം ഹാപ്പി ബർത്ത്ഡേ അലീഷ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അതായത് ഷാരോൺ അലീഷയുടെ ഒരു ഭാഗമാണ്, അലീഷയുടെ മറ്റൊരു ഭാഗമാണ് മറ്റാ ഒരു ഡാർക്ക് സൈഡ് ആയിട്ടുള്ള ആത്മാവ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഷാരോന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഇന്ന് അലീഷയുടെയും ബർത്ത്ഡേ ആയിരിക്കുമല്ലോ. അവിടെ വെച്ച് മറ്റൊരു കാഴ്ച കൂടെ ഷാരോൺ കാണുകയാണ്. അതായത് അവളുടെ ചുറ്റുമുള്ള ആൾക്കാർ എല്ലാവരും മോൺസ്റ്റേഴ്സിനെ പോലെ പച്ച ഇറച്ചി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അങ്ങോട്ടേക്ക് ആ ഒരു ഡഗ്ലസും വരികയാണ്. ആകെ പേടിച്ചു പോയ ഷാരോൺ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ് കേട്ടോ. ഇതേ നേരം താഴെ ഒരു കിച്ചണിലൂടെ പോകുമ്പോൾ ഒരു കാര്യം കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോവാണ്. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് തല കീഴായി കെട്ടിത്തോക്കി ഓരോ ഭാഗങ്ങൾ അറുത്തെടുത്ത് അയാളെ പാചകം ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ സത്യമാണോ അല്ലെങ്കിൽ വെറും ഹാലൂസിനേഷൻ ആണോ ഒന്നും ഷാരോണിന് മനസ്സിലാവുന്നില്ല. പിന്നീട് അവള് ആ ഒരു ബേസ്മെന്റിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. അവളുടെ പിന്നാലെ തന്നെ ഡഗ്ലസ് ഉണ്ട്. ഡഗ്ലസ് ഇപ്പോൾ ഈ ഷാരോണിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, മോളെ നീ അവിടെ നിൽക്ക്, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പേടിച്ചുപോയി ഷാരോൺ ആണെങ്കിൽ കയ്യിലൊരു ഇരുമ്പിന്റെ വടിയെടുത്ത് എന്റെ അടുത്തേക്ക് വന്നു പോരുത്, ഇവിടുന്ന് പോന്ന് പറയാണ്. ഇതേ സമയത്തിന് ഡഗ്ലസ് പറയണേ, മോളെ നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ, നിന്റെ അച്ഛൻ നിന്നോട് ഒരുപാട് നുണ പറഞ്ഞിരിക്കുകയാണ്, അയാൾ ഒരാളെ കൊന്നിട്ടുണ്ട്, അയാളെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നീയുമായിട്ട് പല സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഷാരോൺ പറയാണ്, എന്റെ അച്ഛൻ ഒരു കൊലപാതകയല്ല, ആ കൊലപാതകം അറിയാതെ സംഭവിച്ചു പോയതാ, അതുപോലെ എന്റെ അച്ഛൻ എന്നോട് നുണ പറയൂല, നിങ്ങൾ ഇവിടുന്ന് പോന്ന് പറയാണ്. ഇപ്പൊ ഡഗ്ലസ് ചോദിക്കുകയാണ്, ഷാരോണെ ഒരു 9 വർഷം മുന്നേ നിന്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ, നീ ആരാണെന്ന് നിനക്കറിയോ, നിന്നെ തേടി ഒരു കൾട്ട് ഗ്രൂപ്പ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ശരിക്കും അവര് തന്നെയാണ് നിന്നെ കണ്ടുപിടിക്കാനായിട്ടുള്ള ആ ഒരു ജോലി എനിക്ക് തന്നത്, നിന്നെ കണ്ടുപിടിച്ച് നിന്റെ വീടിന്റെ അഡ്രസ്സ് വരെ ഞാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് നീ കേൾക്ക്. എന്നാൽ ഭയം കാരണം ഷാരോൺ ഇപ്പൊ അയാൾ പറയുന്ന ഒന്നും കേൾക്കാൻ നിന്നില്ല കേട്ടോ. പെട്ടെന്ന് അവിടുത്തെ ആ ഒരു അന്തരീക്ഷം ആകെ മാറുകയാണ്. എവിടുന്നാന്നറിയില്ല ഒരു വല്ലാത്ത ഭീകര രൂപം അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഡഗ്ലസിനെ വലിച്ചെടുത്തോണ്ട് പോവാണ് കേട്ടോ. ആ രൂപത്തെ നിങ്ങൾ നോക്കിക്കേ, ഒരു സ്ത്രീയുടെ രൂപമാണ്, തലയിൽ 2-3 ബ്ലേഡൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു ചെകുത്താൻ ഇനിയും മുന്നോട്ടേക്ക് പോകുമ്പോൾ വരും. സോ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് തൽക്കാലം ഇതിനെ വൈറ്റ് ഡെവിൾ എന്ന് വിളിക്കാം. ഇപ്പൊ ഡഗ്ലസിനെ കൊന്നതിന് ശേഷം ഷാരോണിനെ പിടിക്കാനായിട്ടും ആ ഒരു വൈറ്റ് ഡെവിൾ വരികയാണ് കേട്ടോ. എന്നാൽ എങ്ങനെയൊക്കെ ഓടി ആ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് അവൾ ഓടി രക്ഷപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഷാരോൺ നോക്കുമ്പോൾ അവിടെ വലിയൊരു ആൾക്കൂട്ടം, കുറെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. അവരവിടുന്ന് ഒരു മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ആ മൃതദേഹം മറ്റാരുടേതും ആയിരുന്നില്ല, ഡഗ്ലസിന്റേതായിരുന്നു. അവിടെ വെച്ച് തന്നെ ഇയാളുടെ പോക്കറ്റിൽ വെച്ച് നമ്മുടെ ഷാരോന്റെ ഒരു ഫോട്ടോയും അവളുടെ ഡീറ്റെയിൽ ഒക്കെ കിട്ടുന്നുണ്ട്. അതായത് ഇയാളുടെ മരണവുമായിട്ട് ചിലപ്പോൾ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു ബന്ധം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഷാരോണിനെ അന്വേഷിക്കാനായിട്ട് ഒരു ടീമിനെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാണ് പോലീസുകാർ. ഇതേ നേരം ഇതെല്ലാം കണ്ട് ആകെ പകച്ചു നിൽക്കുകയാണ് ഷാരോൺ. ആ സമയത്താണ് അവളുടെ അടുത്തേക്ക് സ്കൂളിലത്തെ ഒരു പയ്യനുണ്ടല്ലോ, വിൻസെന്റ് കൂപ്പർ, അവൻ വരുന്നത്. അവൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, എന്താ നീ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത്. ഇപ്പൊ ഷാരോൺ പറയുന്നത്, ഒന്നുമില്ല, ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവള് വേഗം വീട്ടിലേക്ക് പോവാണ്. എന്നാൽ അവളുടെ പിന്നാലെ തന്നെ ഇപ്പൊ വിൻസെന്റ് കൂപ്പറും വരുന്നുണ്ട്. തൽക്കാലം നമുക്ക് അവനെ കൂപ്പർ എന്ന് വിളിക്കാം കേട്ടോ. ഇപ്പൊ കൂപ്പർ വീണ്ടും എന്താ പറ്റിയെന്ന് അവളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഷാരോൺ പറയണത്, അവിടെ നിൽക്കുന്ന ചില രൂപങ്ങളെ നീ കാണുന്നുണ്ടോ. ഇപ്പൊ കൂപ്പർ പറയണ, ഇല്ല എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഷാരോൺ പറയണ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതായത് എന്റെ ചുറ്റും എന്താ നടക്കുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല, അതുപോലെ എന്റെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നു. ഇപ്പൊ കൂപ്പർ പറയണത്, നീ പേടിക്കേണ്ട, വീട് വരാൻ ഞാൻ വരാന്ന് പറയണം. അങ്ങനെ ഷാരോന്റെ കൂടെ കൂപ്പർ അവളുടെ വീട്ടിലേക്ക് ചെന്ന് നോക്കുകയാണ്. അവിടെ എത്തിയ സമയത്ത് തന്നെ ഒരു കാര്യം കണ്ട് ഷാരോൺ ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് രക്തം കൊണ്ട് ചുമരിൽ ആരോ ഒരു കാര്യം എഴുതി വെച്ചിരിക്കുകയാണ്, കം ടു സൈലന്റ് ഹിൽ. ഇത് കണ്ട് ഷാരോൺ ആകെ ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ കൂപ്പർ ചോദിക്കുന്നുണ്ട്, ഏതാണ് ഈ സ്ഥലം സൈലന്റ് ഹില്ല്. ഇപ്പൊ ഷാരോൺ പറയണ, എനിക്കറിയില്ല, സ്വപ്നത്തിൽ പലതവണ ആ സ്ഥലത്തിനെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്റെ അച്ഛന്റെ ഒരു പെട്ടിയുണ്ട്, അത് തുറന്നാൽ മനസ്സിലാകുമായിരിക്കും, വാ നമുക്കത് നോക്കാന്ന് പറഞ്ഞിട്ട് ഷാരോണും കൂപ്പറും കൂടെ ആ ഒരു പെട്ടി തുറന്നു നോക്കുക.
നോക്കുകയാണ്. അപ്പൊ അവളുടെ ഒരു ഫാമിലി ഫോട്ടോ അതിലുണ്ടായിരുന്നു കേട്ടോ. ഷാരോണും ക്രിസ്റ്റഫറും റോസും എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ. അതുപോലെ തന്നെ അവൾക്ക് വേണ്ടി അവളുടെ അച്ഛൻ എഴുതി വെച്ച ഒരു കത്തുണ്ടായിരുന്നു. അതിപ്പോ വായിക്കാനുള്ള നേരെയില്ല. അതുപോലെ ഒരു മെഡാലിയനും കിട്ടുന്നുണ്ട്. അതായത് ആ ഒരു ഡാർക്ക് ഡയമെൻഷനിൽ നിന്നും അവളെ പുറത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് അവളുടെ കയ്യിൽ അവളുടെ അമ്മ റോസ് കൊടുത്ത ആ ഒരു മെഡാലിയൻ തന്നെ. പിന്നീട് കൂടുതൽ കാര്യങ്ങൾ നോക്കാൻ ഇവർക്ക് സമയം കിട്ടുന്നില്ല. കാരണം എന്താ, പുറത്ത് പോലീസുകാർ വന്നിട്ടുണ്ട്. അവരുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ അവരെന്തായാലും ഇവളെ അറസ്റ്റ് ചെയ്യും. ഇപ്പൊ ഷാരോൺ കൂപ്പറിനോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. സത്യം പറയാണ് കൂപ്പറെ, ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്റെ അച്ഛനും ഒന്നും ചെയ്തിട്ടില്ല, ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. ഇപ്പൊ ഞാൻ പോലീസുകാരുടെ കയ്യിൽ പെട്ടുപോയാൽ എന്റെ അച്ഛനെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ കൂപ്പർ പറയണ ഷാരോണെ ഒരു കാര്യം ചെയ്യും, വേഗം പിറകിലേക്ക് വാന്ന് പറഞ്ഞിട്ട് അവളെയും കുട്ടി നേരെ വീടിന്റെ പിറകിലേക്ക് പതിയെ പോവാണ്. ഇതേ നേരം വീട്ടിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കിയപ്പോൾ പോലീസുകാർക്ക് ഷാരോണെ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ചുമരിൽ എഴുതി വെച്ച കാര്യം അവർ കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഗ്യാപ്പിന് ഷാരോണിനെയും കുട്ടി കൂപ്പർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. പോകുന്ന സമയത്ത് അവളുടെ അച്ഛൻ അവൾക്ക് എഴുതിയ ആ ഒരു കത്ത് അവൾ വായിച്ചു നോക്കുകയാണ്. എന്താണ് അതിൽ എന്ന് അറിയണമല്ലോ. ആദ്യം തന്നെ അതിൽ എഴുതിയിട്ടുള്ളത്, മോളെ നീ ഈ കത്ത് വായിക്കുകയാണെങ്കിൽ അതിനർത്ഥം എനിക്കെന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ ഞാൻ മരിച്ചു എന്നാണ് അതിനർത്ഥം. ആദ്യമേ മോളോട് ഒരു കാര്യം പറയാണ്, ഈ ലോകത്തിൽ മറ്റാരെക്കാളും ഞാൻ മോളെയാണ് സ്നേഹിച്ചത്. മോളോട് ചില നുണകളൊക്കെ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അത് മോളുടെ സുരക്ഷിതത്തിന് വേണ്ടി മാത്രമാണ്. മോളുടെ അമ്മ ഇതുപോലെ ഒരു ഡാർക്ക് വേൾഡിൽ പെട്ടുകിടക്കുകയാണ്. ആ സ്ഥലത്തിന്റെ പേരാണ് സൈലന്റ് ഹിൽ. അവിടെ പെട്ടുപോയ നിന്നെ സാഹസികമായിട്ട് രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവന്നത് നിന്റെ അമ്മയായിരുന്നു. ആ നേരത്ത് നിന്റെ കയ്യിൽ ഒരു മെഡാലിയൻ ഉണ്ടായിരുന്നു. അത് നിനക്കിപ്പോ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതിലുണ്ടായിരുന്ന ഒരു പ്രത്യേക സിംബല് നീ കണ്ടില്ലേ? അന്ന് നിന്നെ കൊല്ലാൻ വന്ന ആള്, അയാളെ ഞാൻ കൊന്നില്ലേ? ആ നേരത്ത് അയാളുടെ നെഞ്ചിൽ പച്ച കുത്തിയതുപോലെ ഒരു പാട് നീ കണ്ടില്ലേ? അതായത് ആ ഒരു സൈലന്റ് ഹില്ലിൽ നിന്നും ആരൊക്കെയോ നിന്നെ തേടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെയാണ് അന്ന് നിന്നെ കൊല്ലാൻ നോക്കിയത്, നിന്നെ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയത്. ഇനിയിപ്പോ അവസാനമായിട്ട് മോളോട് ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, ഇവരിൽ നിന്നൊക്കെ ഓടി രക്ഷപ്പെടുക. ഒരു കാരണവശാലും മോള് സൈലന്റ് ഹില്ലിലേക്ക് വരാതിരിക്കുക എന്ന് നിന്റെ അച്ഛൻ, നിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ അച്ഛൻ. അത്രത്തോളം ക്രിസ്റ്റഫർ ഷാരോണിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഷാരോൺ തിരിച്ചും അതുപോലെ സ്നേഹിക്കുന്നുണ്ടാവില്ലേ? അവളുടെ അച്ഛൻ സൈലന്റ് ഹില്ലിൽ പെട്ടുകിടക്കുകയാണെങ്കിൽ ഷാരോൺ അങ്ങോട്ടേക്ക് അച്ഛനെ തേടി പോവാതിരിക്കുവോ? അവൾ അവളുടെ സേഫ്റ്റി മാത്രമായിട്ട് നോക്കുവോ? ഒരിക്കലുമില്ല. അച്ഛനെ കണ്ടുപിടിക്കാനായിട്ട് ഉറപ്പായിട്ടും അവൾ അങ്ങോട്ടേക്ക് പോയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ആ സ്ഥലം എന്നറിയാൻ വേണ്ടി അച്ഛന്റെ പെട്ടിയിൽ നിന്നും കിട്ടിയ ഒരു പുസ്തകം വായിച്ചു നോക്കുന്നുണ്ട്. അതിൽ എന്താണ് സൈലന്റ് ഹിൽ എന്ന ആ സ്ഥലം എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. രഹസ്യമായിട്ടുള്ള പല ആചാരങ്ങളും അവിടുത്തെ ആൾക്കാരുടെ ഓരോ വിശ്വാസങ്ങൾ എല്ലാം ഭയങ്കരമായ ഭ്രാന്തമായ കാര്യങ്ങളായിരുന്നു. ഒരു പ്രത്യേകതരം കൾട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ വിശ്വാസം ദൈവത്തിനോടായിരുന്നില്ല, മറ്റേതൊരു ശക്തിയോടായിരുന്നു. 100 കണക്കിന് വർഷങ്ങളായിട്ട് അവർ ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന്റെ പേരാണ് അലീഷ്യ. അവളിലൂടെ പല കാര്യങ്ങൾ നേടിയെടുക്കാം എന്നൊക്കെ അവർ വിചാരിച്ചു. ആ കുഞ്ഞിനെ അവർ ബലി കൊടുത്തു. എന്നാൽ ആ കുഞ്ഞിന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു ഡാർക്ക് സൈഡ്, ആ ആത്മാവ് അവർക്കെതിരെ പ്രതികാരം ചെയ്തു. അവരെ എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞു. അതും വളരെ ക്രൂരമായിട്ട്. അവളുടെ പ്രതികാരത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഡാർക്ക് ഡയമെൻഷനും നമ്മുടെ ലോകം കൂടെ മിക്സ് ചെയ്തപ്പോ ഇരുണ്ട ലോകത്തിലെ പല ജീവികളും ജന്തുക്കളും ഈ ലോകത്തിലേക്ക് വന്നു. അവരിപ്പോഴും അവിടെ ഉണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു രാക്ഷസനുണ്ട്. അത് അലീഷയ്ക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ആളാണ്. തലയിൽ പിരമിഡ് പോലെ ഒരു വലിയ ഇരുമ്പ് ചട്ടയിട്ടവൻ. അലീഷയെ ദ്രോഹിച്ചവരെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രമായിട്ട് പിറവിയെടുത്തവനാണവൻ. അതായത് ആ ഒരു ഡാർക്ക് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടും മനസ്സിലാക്കിയും ഷാരോണും കൂപ്പറും കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ ഭയം തോന്നിയ കൂപ്പർ പെട്ടെന്ന് കാർ അവിടെ നിർത്തുകയാണ്. ഷാരോൺ, എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയണം. ഞാൻ ഭയങ്കര ടയർഡാണ്, നമുക്ക് തൽക്കാലം ഇന്ന് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ട് താമസിക്കാന്ന് പറയണം. ഷാരോൺ സമ്മതിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ ആകെ നല്ല ക്ലീൻ ആക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു റൂമിലേക്ക് രണ്ടുപേരും കയറുകയാണ്. ഇന്ന് ഇവിടെ വിശ്രമിക്കാന്ന് തീരുമാനിക്കുകയാണ്. അതുപോലെ തന്നെ കൂപ്പർ പറയാണ്, നീ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സൈലന്റ് ഹില്ലിലേക്ക് പോകാനായിട്ട് ഇനി അധിക ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. മാത്രമല്ല നമുക്കിനി അങ്ങോട്ടേക്ക് പോകണം. നിന്റെ അച്ഛൻ വാണിംഗ് തന്നെയല്ലേ അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല എന്ന്. എനിക്ക് എന്തോ ഒരു ഭയം തോന്നുകയാണ്. ഈ സമയത്ത് ഷാരോൺ പറയാണ്, ഒരു കാരണവശാലും ഞാൻ ഇവിടുന്ന് തിരിഞ്ഞു പോകില്ല, എനിക്ക് എന്റെ അച്ഛനെ രക്ഷപ്പെടുത്തണം. ഇപ്പൊ കൂപ്പർ പറയാണ്, അതല്ല ഷാരോണെ, എനിക്കെന്തോ നീ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടി. നീ അങ്ങോട്ടേക്ക് പോകണ്ട, വാ നമുക്ക് തിരിച്ചു പോകാന്ന് പറയാണ്. അതായത് ഈ കൂപ്പറിന് എന്തോ ഷാരോണിനോട് ഒരു ഇഷ്ടവും അടുപ്പൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ കൂപ്പറിന്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ ഷാരോൺ പറയാണ്, ദയവ് ചെയ്ത് എന്നോട് ഇവിടുന്ന് തിരിച്ചു പോകാൻ പറയരുത്, എനിക്ക് എന്റെ അച്ഛനെ കണ്ടുപിടിക്കണം, എനിക്കിനി എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം. ഈ സമയത്ത് കൂപ്പർ ആകെ കൺഫ്യൂഷനിലായി പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും അന്ന് രാത്രി അവരവിടെ നല്ല രീതിയിൽ വിശ്രമിക്കുന്നുണ്ട്. എന്നാൽ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഷാരോൺ എഴുന്നേറ്റപ്പോ ഇവൻ ഇപ്പോഴും, അതായത് കൂപ്പർ ഇപ്പോഴും ഉറങ്ങിയിട്ടില്ല. അവൻ ആ ഒരു മെഡാലിയൻ ഉണ്ടല്ലോ, മെറ്റാട്രോൺ, ആ സാധനം കയ്യിൽ വെച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ ഷാരോൺ ചോദിക്കുകയാണ്, കൂപ്പറെ നിനക്ക് എന്താ പറ്റിയത്, നീ ഉറങ്ങുന്നില്ലേ? ഇപ്പൊ കൂപ്പർ ചെറിയൊരു ദേഷ്യത്തിൽ പറയുന്നുണ്ട്, നീ അങ്ങോട്ടേക്ക് പോകണ്ട, ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ഷാരോണും ദേഷ്യം വരികയാണ്, നിനക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ, എന്റെ അച്ഛൻ അവിടെ പെട്ടുകിടക്കുകയാണ്, എനിക്ക് അദ്ദേഹത്തെ രക്ഷിച്ചേ മതിയാവുള്ളൂ. ഇപ്പൊ വീണ്ടും ദേഷ്യത്തിൽ കൂപ്പർ പറയാണ്, നിന്നോടല്ലേ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞത്, കാരണം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താണെന്നറിയോ, അവിടെ ജനിച്ച് വളർന്ന ആളാണ് ഞാൻ, അതൊരു നരകാണ്, ദയവ് ചെയ്ത് നീ അങ്ങോട്ടേക്ക് പോകരുത്. ഇത് കേട്ടപ്പോൾ ഷാരോൺ ആകെ ഞെട്ടിപ്പോയി. കൂപ്പറെ നീ എന്താ ഈ പറയുന്നത്, എന്താ ഇവിടെ ഈ സംഭവിക്കുന്നത്? ഇപ്പൊ കൂപ്പർ പറയാണ്, ചെറുപ്പം മുതലേ എനിക്ക് തന്ന ട്രെയിനിങ് നിന്നെ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നാണ്, പക്ഷെ അത് നിർബന്ധിച്ചിട്ടാവരുത്, നിന്റെ സമ്മതത്തോടു കൂടി മാത്രമേ നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് നിന്റെ അച്ഛൻ അവരവിടെ തട്ടിക്കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഷാരോൺ ചോദിക്കുകയാണ്, അങ്ങനെ
അങ്ങനെയാണെങ്കിൽ കൂപ്പറെ നീ എങ്ങനെയാണ് ആ ഒരു സൈലന്റ് ഹില്ല് വിട്ട് പുറത്തേക്ക് വന്നത്? അങ്ങനെ ഒരാൾക്കും അവിടുന്ന് പുറത്തേക്ക് കിടക്കാൻ കഴിയില്ലല്ലോ. കൂപ്പർ പറയണം പറ്റും, സാക്രിഫൈസ് ചെയ്യണം. ഇപ്പൊ അവന്റെ ആ ഒരു ഷർട്ട് പൊന്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ആ മെഡാലിയൻ ഉണ്ടല്ലോ, അതിലുള്ളതുപോലെ വലിയൊരു സിമ്പിൾ കത്തി വെച്ച് അവന്റെ ദേഹത്ത് അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതുവഴിയാണ് ആ ഡയമെൻഷൻ വിട്ട് അവന് പുറത്തേക്ക് വരാൻ പറ്റിയത്. എന്നാൽ ഇപ്പോഴും ഷാരോണിന് മനസ്സിലാവാത്തൊരു കാര്യം, എന്തിനാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത്? ആരാണ് ഇവര്? എന്താണ് അവരുടെ ലക്ഷ്യം? അതും ഇപ്പൊ കൂപ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെയുള്ള ഒരു കൾട്ട് ഗ്രൂപ്പ്, അവർക്ക് നിന്നെ വേണം. എന്തിനാണെന്നല്ലേ? ആ ലോകം ഉണ്ടാക്കിയെടുത്ത ആ ഡാർക്ക് ശക്തി, അലീഷയുടെ ഉള്ളിൽ നിന്ന് വന്ന ആ ആത്മാവിന്റെ ഒരു ഭാഗമാണ് ഷാരോൺ നീ. അപ്പൊ നിന്നെ അവിടെ കൊണ്ടുപോയി ആ ഒരു ആത്മാവിനെ പൂർണ്ണമാക്കിയെടുത്താൽ മാത്രമേ അവരുടെ ആഗ്രഹം പോലെ അവരുടെ ദൈവത്തിനെ അവർക്ക് ജനിപ്പിക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടിയാണ് നിന്നെ അവർ തേടി നടക്കുന്നത്. അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോകരുതെന്ന് പറഞ്ഞപ്പോൾ ഷാരോൺ പറയണം ഞാൻ എന്തായാലും പോകും, ഞാൻ ഇപ്പൊ തന്നെ പോകുന്നു പറഞ്ഞിട്ട് അവള് പോകാൻ ഇറങ്ങുമോ. ഇപ്പൊ കൂപ്പർ പറയണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ദാ ഈ മെഡാലിയൻ നീ കയ്യിൽ വെച്ചോ, ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിന്റെ കയ്യിൽ നിർബന്ധമായിട്ട് ഉണ്ടാവണം. പക്ഷെ ഇതിന്റെ ബാക്കി ഭാഗം അതുകൂടെ ഉണ്ടെങ്കിലേ ഇതുകൊണ്ട് നിനക്കൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. അതുള്ളത് എന്റെ അപ്പൂപ്പന്റെ കയ്യിലാണ്. അദ്ദേഹത്തിന്റെ പേര് ലിയാനോഡോ വോൾഫ് എന്നാണ്. ആൾ അത്ര നിസാരക്കാരനല്ല, ഡേഞ്ചറാണ്. അയാളെ കണ്ടുപിടിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാന്ന് പറയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ സ്ഥലം മുഴുവനായിട്ടും ഒറ്റയടിക്ക് മാറിയത്. സൈലന്റ് ഹിൽ ഡാർക്ക് ഡയമെൻഷൻ ആയിട്ട് മാറുകയാണ്. ആ നേരത്ത് ആ വൈറ്റ് ഡബിൾ വന്നിട്ട് കൂപ്പറിനെ ഇവിടുന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോവാണ്. സ്പോട്ടിൽ തന്നെ ഷാരോന്റെ ബോധം നഷ്ടാവുകയാണ്. പിന്നീട് അവൾ കണ്ടു തുറന്നു നോക്കുമ്പോൾ അവളുടെ ആ ഒരു റൂമെല്ലാം സാധാരണ പോലെ തന്നെ. എന്നാൽ അവിടെ കൂപ്പർ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവൾ കൊണ്ടുവന്ന ഒരു ഗണ്ണും ആ മെഡാലിയനും അവിടെ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കയ്യിലെടുത്ത് അവൾ പതിയെ നടക്കാൻ തുടങ്ങുകയാണ്. കാരണം തൊട്ടടുത്ത് തന്നെയാണ് ആ സൈലന്റ് ഹിൽ ഉള്ളത്. അങ്ങനെ ആ ഒരു നഗരത്തിലേക്ക് അവൾ കടക്കുകയാണ് കേട്ടോ. ആ നേരം അവൾ കാണുന്ന എന്താണ്? ഫുള്ളായിട്ട് ചാരത്താൽ മൂടപ്പെട്ടിരിക്കുന്ന ഒരു നഗരം. ചാരമല്ലാതെ ആ നഗരത്തിൽ നിന്ന് മറ്റൊന്നുമില്ല. അതുപോലെ ഓരോ മനുഷ്യരെയും ഓരോ മരത്തൂണിൽ കെട്ടിയിട്ട് കത്തിച്ചതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ അവിടെ ഇവിടെയായിട്ട് കാണുന്നുണ്ട്. ഈ നേരത്തെ ഒരു പ്രാന്തി അതിലൂടെ പോകുന്നുണ്ട്. ഷാരോണിനെ കണ്ടപാടിനെ പറയുന്നുണ്ട്, മോളെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നീ ഒരിക്കലും ഇവിടേക്ക് വരാൻ പാടില്ലായിരുന്നു എന്ന് പറയാണ്. ആ പ്രാന്തി ആരാണെന്ന് മനസ്സിലായോ? അലീഷയുടെ അമ്മയായിട്ടുള്ള ധാലിയായിരുന്നു. ഇപ്പൊ നമ്മുടെ ഷാരോൺ ചോദിക്കുന്നുണ്ട് അത് പറയാൻ നിങ്ങൾ ആരാണ്? ഇപ്പൊ ഈ സ്ത്രീ പറയാണ് ഞാൻ നിന്റെ മുത്തശ്ശിയാണ്, എന്റെ മകൾ അലീഷയുടെ മകളാണെന്ന്. ഇത് കേട്ടപ്പോ നമ്മുടെ ഷാരോൺ ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മരിച്ചുപോയ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ മകളായിട്ട് ഞാൻ എങ്ങനെയാണ് ജനിക്കുന്നത്? അവളുടെ ആത്മാവിന്റെ ഭാഗമായിട്ട് ഞാൻ എങ്ങനെയാണ് മാറുന്നത്? ഈ സമയത്ത് ദാലിയ പറയാണ്, എന്റെ മോൾ അലീഷ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവളുടെ വയറ്റിൽ നീ ഉണ്ടായിരുന്നു. എന്നാൽ അവൾ അനുഭവിച്ച ആ ഒരു വേദന കാരണം അവളുടെ ഉള്ളിൽ ആ ഒരു ഡാർക്ക് സൈഡ് പുറത്തേക്ക് വന്നു. പിന്നീട് മരിച്ചുപോയ എന്റെ മകൾ അലീഷയുടെ ഡാർക്ക് സൈഡാണ് ആ ഒരു ആത്മാവ്. അതുപോലെ തന്നെ എന്റെ മകളുടെ നല്ല ഭാഗം അതാണ് മോളെ നീ. നിങ്ങളെ രണ്ടുപേരെയും ആ ഒരു കൾട്ട് ഗ്രൂപ്പിന് വേണം. അതുകൊണ്ട് മോൾ ഇവിടെ നിൽക്കണ്ട, ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന് പറയണം. പെട്ടെന്ന് തന്നെ അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ മാറുകയാണ്. ഒരു സൈറൻ കേൾക്കുന്നുണ്ട്. ഇതെന്താണെന്ന് ഷാരോൺ ചോദിച്ചപ്പോൾ മോൾക്ക് പറ്റാവുന്ന ഏതെങ്കിലും നല്ലൊരു സ്ഥലത്ത് പോയിട്ട് വിളിച്ചോ. കാരണം ഇപ്പൊ ഇവിടെ ഇരുട്ട് വീഴും, അന്ധകാരത്തിൽ നിന്നും പല ജന്തുക്കൾ വരും, നിന്നെ അത് കൊല്ലാൻ ശ്രമിക്കും. അപ്പൊ തന്നെ അവിടുത്തെ ആ ഒരു അന്തരീക്ഷം മുഴുവനായിട്ട് മാറാൻ തുടങ്ങി. വേഗം തന്നെ ഷാരോൺ അവിടെ ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ്. ആ നേരം അതിനുള്ളിൽ ഒരുപാടധികം പാവകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്, എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നേരെ ഷാരോൺ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഒരു പെണ്ണിനെ ഇതുപോലെ പ്ലാസ്റ്റിക്കിൽ ആരോ ചുറ്റി വെച്ചിരിക്കുകയാണ്. വേഗം തന്നെ ഷാരോൺ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ പെൺകുട്ടി പറയാണ് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോ, അതിപ്പോ വരുന്നു. ഏത് എന്ന് പറഞ്ഞ മുകളിലേക്ക് നോക്കിയപ്പോൾ ഇവിടെ കാണുന്ന ഈ പാവകൾ ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഈ എട്ടുകാലി പരുവത്തിലായിരുന്ന ഒരു വല്ലാത്തൊരു മോൺസ്റ്റർ. ഇപ്പൊ ഷാരോൺ രക്ഷപ്പെടുത്തിയ ആ ഒരു പെൺകുട്ടിയും അതുപോലെ ഷാരോൺ കൂടെ അവിടുന്ന് വേഗം രക്ഷപ്പെട്ട് പുറത്തേക്ക് കടക്കാൻ നോക്കുകയാണ്. കാരണം ഇവിടെയുള്ള ഈ അന്ധകാരം, ഈ ഇരുട്ട് ഇത് മാറുന്നത് വരെ ഇതുപോലെയുള്ള പല ജീവികളും ഇവിടെ കിടന്ന് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു ചെറിയ ഹോളിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ ഷാരോൺ രക്ഷപ്പെടുത്തിയ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവള് ഇപ്പൊ വന്ന ആ ഒരു ജന്തു, എന്ത് ജന്തു എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സാധനം, അത് വന്ന ആ ഒരു പെൺകുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോവാണ്. എന്നാൽ ഷാരോൺ രക്ഷപ്പെട്ടു കേട്ടോ. ഇതിനുശേഷമാണ് ഷാരോൺ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞ ആ കൾട്ട് ഗ്രൂപ്പിന്റെ സ്ഥലം കാണിക്കുന്നത്. അവരുടെ ലീഡറായിട്ടുള്ള ക്ലൗഡിയ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ക്ലൗഡിയയുടെ മകനായിരുന്നു ആര്? ഷാരോന്റെ സുഹൃത്തായി അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച വിൻസെന്റ് കൂപ്പർ. സത്യം പറഞ്ഞാൽ കൂപ്പറിന് യാതൊരു താല്പര്യം ഇതിൽ ഉണ്ടായിരുന്നില്ല. അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഈ ഒരു ദൗത്യം അവർ ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇവർ ചെയ്യുന്ന ഈ പ്രവൃത്തികളോ ഈ ചെയ്യുന്ന കാര്യങ്ങളോടോ അവന് യാതൊരു താല്പര്യമില്ല. എന്തായാലും ക്ലൗഡിയ അവന്റെ അമ്മ പറയാണ്, കൂപ്പറെ നിന്നെ എത്ര നല്ല രീതിയിലാണ് വളർത്തിയത്, ചെറുപ്പം മുതലേ നിനക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നോ, ഞാൻ ഏൽപ്പിച്ച ചെറിയ ആ ഒരു ദൗത്യം വരെ നിനക്ക് ചെയ്യാൻ പറ്റിയില്ല അല്ലെ, ആ പെണ്ണിന്റെ ഡാർക്ക് മാജിക്കിൽ നീ വീണുപോയല്ലേ. ഈ സമയത്ത് കൂപ്പർ പറയണ, അമ്മ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഒരു പെൺകുട്ടി, അതൊരു പാവാണ്, അവളെ ഉപദ്രവിക്കില്ലെന്ന് പറയണ. ഈ സമയത്ത് ചിരിച്ചുകൊണ്ട് ക്ലൗഡിയ പറയാണ്, ഓഹോ അപ്പൊ നിന്റെ മനസ്സും നിന്റെ അപ്പൂപ്പന്റെ മനസ്സ് പോലെ മാറിയല്ലേ, അതിനുള്ള ഒരു ട്രീറ്റ്മെന്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ക്ലൗഡിയയുടെ ആൾക്കാരോട് അവൻ അവിടുന്ന് കൊണ്ടുപോകാൻ പറയാണ്. മകനാണ് എന്നുള്ള ആ ഒരു ദയാദാക്ഷിണ്യം ഇതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ഇതേ നേരത്താണ് അവിടെ കെട്ടിയിട്ട ഒരാളെ കാണിക്കുന്നത്, മറ്റാരുമല്ല നമ്മുടെ ക്രിസ്റ്റഫറിനെ തന്നെ. ഷാരോൺ ഇവിടെ എത്തുന്നത് വരെ ക്രിസ്റ്റഫറിനെ അവർ വിടാൻ പോകുന്നില്ല. അതേ നേരം തന്നെ ഷാരോൺ സൈലന്റ് ഹില്ലിന്റെ പല ഭാഗത്തും തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആരെയാണ് അവൾക്ക് കണ്ടുപിടിക്കേണ്ടത്? കൂപ്പറിന്റെ അപ്പൂപ്പനായിട്ടുള്ള ലിയോനാർഡ് വോൾഫിനെ. അവളിപ്പോ ഒരുപാട് അറകളുള്ള ഒരു ജയിലിന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. കുറേയധികം ഫയലുകളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ആ ഒരു ഫയൽ മുഴുവൻ പരിശോധിച്ചപ്പോൾ ഏത് റൂമിലാണ് ഈ ലിയോനാർഡിനെ പൂട്ടി വെച്ചിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ആ ഒരു റൂം കണ്ടുപിടിച്ച് അത് തുറന്ന് ഉള്ളിലേക്ക് പോയ സമയത്ത് ലിയോനാർഡ് വോൾഫ് അയാൾ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ദേഹം മുഴുവൻ ചങ്ങല വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഇയാൾ മറ്റാരുമല്ല, നമ്മുടെ കൂപ്പറിന്റെ അപ്പൂപ്പനാണ്. അതായത് അവന്റെ അമ്മയുടെ അച്ഛൻ, ക്ലൗഡിയുടെ അച്ഛൻ. മാത്രമല്ല ഈ ലിയോനാർഡിന് മറ്റൊരു മകള് കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ട ഒരു പ്രിൻസിപ്പാൾ ഉണ്ടല്ലോ, ക്രിസ്റ്റാബെല്ല. ഇയാളുടെ മൂത്ത മകളായിരുന്നു ക്രിസ്റ്റാബെല്ല. ക്രിസ്റ്റാബെല്ലയുടെ അനിയത്തിയാണ് ക്ലൗഡിയ. അന്ന് ക്രിസ്റ്റാബെല്ലയ്ക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം പൂർത്തിയാക്കാനാണ് ഇപ്പൊ ക്ലൗഡിയ ശ്രമിക്കുന്നത്. എന്തായാലും ആ ഒരു വൃദ്ധന്റെ അടുത്തേക്ക്, ലിയോനാർഡിന്റെ അടുത്തേക്ക് ഷാരൂൺ വന്നിട്ടുണ്ട്. ആ റൂമിലേക്ക് ആരോ കയറിയെന്ന് ഇയാൾക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ തന്നെ 2 കൈകളും നീട്ടി ഇയാൾ പറയണം, അടുത്തേക്ക് വാ, അടുത്തേക്ക് വാ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഒന്ന് തൊടണം. ഒരു പ്രാന്തനെ പോലെ അയാൾ ബിഹേവ് ചെയ്യാണ് കേട്ടോ. പിന്നീട് ഈ ലിയോനാർഡ് ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? നിന്നെ ആരാ അയച്ചത്? എന്റെ മകളാണോ? ഇപ്പൊ ഷാരൂൺ അല്ല എന്ന് പറയാണ്. ഇതേ നേരം തന്നെ ഒരാളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ആ കരച്ചിൽ എന്താണെന്ന് ചോദിച്ചപ്പോ ലിയോനാർഡ് പറയാണ്, അതിന്റെ പേരക്കുട്ടി കൂപ്പറിന്റെ കരച്ചിലാണ്. മിക്കവാറും ക്ലൗഡിയ പറഞ്ഞ കാര്യം അവൻ അനുസരിച്ചിട്ടുണ്ടാവില്ല. അതിന് കൊടുക്കുന്ന പണിഷ്മെന്റ് ആയിരിക്കും. അല്ല, നീ ആരാണ്? എന്തിനിങ്ങോട്ടേക്ക് വന്നേ ചോദിച്ചപ്പോ ഇപ്പൊ ഷാരൂൺ പറയാണ്, ഇതാ എന്റെ കയ്യിലുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഇതിന്റെ മറുഭാഗം എനിക്ക് വേണമെന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു വൃദ്ധം പറയാണ്, മോളെ നിനക്കറിയില്ലേ, എന്റെ കണ്ണുകളിലേക്ക് നോക്ക്, എനിക്ക് കണ്ണ് കാണാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാ നിന്റെ കയ്യിലുള്ള സാധനം അതെന്താണെന്ന് ഞാൻ മനസ്സിലാക്കുക? നീ ഒരു കാര്യം ചെയ്യ്, അതെന്റെ കയ്യിലേക്ക് വെച്ചതാ, അപ്പൊ ഞാൻ പറയാം ഇതിന്റെ മറുഭാഗം എവിടെയാണെന്ന്. ഷാരൂൺ ഇപ്പോ ആ മെഡാലിയന്റെ ഒരു ഭാഗം ഇയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കയ്യിൽ കിട്ടിയപാട് തന്നെ അയാൾ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങുകയാണ്. അയാളുടെ കണ്ണുകൾ പതിയെ മാറുന്നുണ്ട്. പഴയ കാഴ്ച തിരിച്ചു കിട്ടുകയാണ്. ഇപ്പൊ ഷാരൂൺ ചോദിക്കുകയാണ്, അല്ല ആ മെഡാലിയന്റെ ബാക്കി എവിടെയാണ്? ഇപ്പൊ ചിരിച്ചുകൊണ്ട് തന്നെ ഈ ലിയോനാർഡ് വോൾഫ് പറയാണ്, അതിപ്പോഴും എന്റെ കയ്യിൽ തന്നെയുണ്ട്, അതെന്റെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറയാണ്. അതായത് ഈ മെഡാലിയന്റെ ബാക്കി ഭാഗത്തിനായിട്ട് ഇയാൾ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. സോ അത് കിട്ടിയപ്പോ തന്നെ ഇയാളുടെ ശരീരത്തിലെ അതിന്റെ മറുഭാഗവുമായിട്ട് അത് കൂട്ടി യോജിപ്പിക്കുകയാണ്. ഉടനെ തന്നെ ഈ മനുഷ്യനുണ്ടല്ലോ മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നുണ്ട്. അതും ശക്തനായ ഒരു മോൺസ്റ്ററുടെ രൂപത്തിലേക്ക്. പേടിച്ചുപോയ ഷാരൂൺ അതിനെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയെങ്കിലും അവളെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. മോൺസ്റ്ററായി മാറിയ ലിയോനാർഡ് അവളെയും എടുത്തുകൊണ്ട് ഇവിടുന്ന് പോവുകയാണിപ്പോ. ഇതേ നേരത്താണ് അയാളുടെ ശരീരത്തിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആ മെഡാലിയൻ, അതിന്റെ 2 ഭാഗം ഇപ്പൊ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതിപ്പോ ഷാരൂൺ എന്താക്കി, കൈ ഉള്ളിലേക്കിട്ട് ആ മെഡാലിയൻ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. അപ്പൊ തന്നെ ഇയാൾ അവിടെ ചിതറി തെറിച്ചു പോകുന്നുണ്ട്. അതായത് ഈ മെഡാലിയന്റെ പവർ എന്താണെന്നറിയോ? ഇത് ഈ ദുഷ്ടരായിട്ടുള്ള ആൾക്കാരുടെ കയ്യിലോ ദേഹത്തോ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള അവരുടെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ഒരു ദുഷ്ടതയും ക്രൂരതയും അതുപോലെ തന്നെ പശ്ചാത്താപവും ഗിൽട്ടും ഇതെല്ലാം നിറഞ്ഞ അവരുടെ ഉള്ളിൽ ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ. ശരിക്കും ആ ക്യാരക്ടർ വെച്ചുള്ള ഒരു രൂപമായിട്ട് ഇവർ മാറും. അതുപോലെ തന്നെ ഈ ലിയോനാർഡ് ഒരു സമയത്ത് ആ കൾട്ട് ഗ്രൂപ്പിന്റെ ലീഡർ കൂടിയായിരുന്നു. എന്നാൽ ഇവരുടെ ആ ഒരു ആശയം അത് വലിയ മണ്ടത്തരാണ്, വലിയ അപകടത്തിലേക്ക് പോകും എന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ അതിനെ എതിർക്കാൻ തുടങ്ങി. അതായത് കൾട്ട് ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ്? അലീഷയുടെ ഡാർക്ക് വേർഷനും അതുപോലെ തന്നെ നന്മയുടെ വേർഷനും ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിലൂടെ പുതിയൊരു ശക്തി ഉണ്ടാക്കിയെടുക്കുക. അതൊരു ദൈവമാകും. ആ ദൈവത്തിലൂടെ പുതുലോകം കെട്ടിപ്പടുക്കുക. ഇതൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ ഉണ്ടാകാൻ പോകുന്നത് ദൈവമല്ല എന്ന് ഇയാൾക്ക് മനസ്സിലായി. ഇയാൾ അതിനെ പൂർണ്ണമായിട്ടും എതിർത്തു. അതുകൊണ്ടാണ് ആ കൾട്ട് ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇയാളെ കൊണ്ടുപോയി അടച്ചിട്ടത്. പിന്നീട് ആ കൾട്ട് ഗ്രൂപ്പിന്റെ നേതാവായിട്ട് കൂപ്പറിന്റെ അമ്മയായിട്ടുള്ള ക്ലൗഡിയ വന്നു. ക്ലൗഡിയക്ക് എങ്ങനെയെങ്കിലും അലീഷയുടെ ഡാർക്ക് വേഷനെയും നന്മയുടെ വേഷനെയും ഒന്നാക്കി അതിലൂടെ പുതിയൊരു ശക്തി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ടാണ് അലീഷയുടെ നന്മയുടെ ഭാഗമായിട്ടുള്ള ഷാരൂൺ അവളെ തേടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതേ നേരം ഷാരൂണിനെ കാണിക്കുകയാണ്. അവളിപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ അവിടെ ഒരുപാട് ജയിലുകൾ ഉണ്ടായതെന്ന് പറയുന്നില്ലേ, അതിന്റെ ഉള്ളിൽ നിന്നും പലരും പുറത്തേക്ക് കൈയിടുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ നല്ല തടിയുള്ള ഒരാള് ഷാരൂണിന്റെ കഴുത്തിന് കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. അവളാകെ പേടിച്ചു പോയി. എങ്ങോട്ടേക്ക് പോകണമെന്ന് മനസ്സിലാവാതെ ആ ഭയത്തിൽ നിൽക്കുമ്പോൾ അവളിങ്ങനെ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് ആ ഭീകരനായിട്ടുള്ള രാക്ഷസൻ വരുന്നത്. തലയിൽ ആ വലിയ ഹെൽമെറ്റ് വെച്ച ആള് തന്നെ. ആ രാക്ഷസന്റെ ദൗത്യം എന്താണെന്നറിയാലോ? അലീഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന രാക്ഷസനാണ്. ഇപ്പൊ അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് വലിയൊരു വാൾ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കൈകൾ വെട്ടിമുറിച്ച് കളയാണ്. പക്ഷെ നമ്മുടെ ഷാരോണിന് അറിയില്ല അവളെ ഹെൽപ്പ് ചെയ്യാനാണ് ആ രാക്ഷസൻ അങ്ങോട്ടേക്ക് വന്നതെന്ന്. എന്തായാലും ആ റൂമിൽ നമ്മൾ പുറത്തേക്ക് കടന്നപ്പോൾ ഒരാൾ കരച്ചിൽ കേൾക്കുന്നുണ്ട്. മറിഞ്ഞിരുന്നുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഒരു സ്ട്രെച്ചറിൽ കെട്ടിയിട്ട നമ്മുടെ കൂപ്പറിനെ 2 മുഖം മൂടിയിട്ട ആൾക്കാർ തള്ളി അങ്ങോട്ടോ കൊണ്ടുപോവാണ്. ആ കൊണ്ടുപോകുന്ന വഴിയിൽ കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കണ്ടതുപോലെയുള്ള മുഖമില്ലാത്ത നേഴ്സിന്റെ ആ ഒരു പ്രേതമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ രൂപമുള്ള ഡീമൻസ്, അതിപ്പോ ഇവര് കാണുകയാണ്. ഇവരപ്പം തന്നെ അറ്റാക്ക് ചെയ്ത് ആ മുഖം മൂടിയിട്ട 2 ആൾക്കാരെയും കൊന്നുകളയാണ്. ഇപ്പൊ ആ ഒരു സ്ട്രെച്ചറിൽ ശബ്ദം ഉണ്ടാക്കാതെ പേടിച്ച് വിറച്ച് കൂപ്പർ അങ്ങനെ കിടക്കുകയാണ്. ഒരു തരി ശബ്ദം അവൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ രൂപങ്ങൾ വന്നിട്ട് അവനെ കൊന്നുകളയും. ഇത് പാര് കാണുന്നുണ്ട്, ഷാരൂൺ കാണുകയാണ്. എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണല്ലോ. അതായത് ഈ കണ്ണും മൂക്കും വായൊന്നും ഇല്ലാത്ത ഈ പ്രേതങ്ങൾ, ഈ ഡീമൺസ് ശബ്ദം കേട്ടാണ് ഇരയുടെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഷാരൂൺ അവിടെ മറ്റൊരു സാധനം ഇട്ട് ശബ്ദം ഉണ്ടാക്കി പതിയെ നമ്മുടെ കൂപ്പറിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ ആ ഒരു കെട്ടുകൾ അഴിച്ചു കൊടുക്കുകയാണ്. എന്നാലും ശബ്ദം ഉണ്ടാവുമല്ലോ. ആ ശബ്ദം
ശബ്ദം കേട്ട് കുറച്ച് ഡീമൺസ് ഇങ്ങോട്ടേക്ക് കൂടെ വരികയാണ്. എന്നാൽ അപ്പോഴേക്കും എങ്ങനെയൊക്കെയോ ഷാരോൺ അവന്റെ ആ ഒരു കെട്ടുകൾ അഴിച്ച് അവനെ രക്ഷപ്പെടുത്തി വേഗം ആ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പിന്നീട് പൂർണ്ണമായിട്ട് സൈലന്റ് ആവുകയാണ്. പൂർണ്ണമായിട്ടും സൈലൻസ് ആയി കഴിഞ്ഞപ്പോൾ ആ ഡീമൺസ് മുഴുവനായിട്ടും ശില്പങ്ങൾ പോലെ അവിടെ നിൽക്കുകയാണ്, അനങ്ങാതെ. അങ്ങനെ ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ എങ്ങനെയെങ്കിലും ക്രിസ്റ്റഫറിനെ കണ്ടുപിടിക്കണമല്ലോ. എന്നാൽ ആ ഏരിയ മുഴുവനായിട്ടും ഈ കൂപ്പറിന്റെ അമ്മയുടെ ആൾക്കാരുണ്ടല്ലോ, അവിടെ ഷാരോണിനെ തപ്പി നടക്കുകയാണ്. അപ്പൊ ഇതിനിടയിലേക്ക് പോയാൽ അവൾ പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ശ്രദ്ധ തിരിച്ചോളാന്ന് പറഞ്ഞിട്ട് കൂപ്പർ മറ്റൊരു വഴിക്ക് അവര് ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോകണം കേട്ടോ. ഈ നേരത്ത് തന്നെ ഷാരോൺ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളുടെ കയ്യിൽ അവൾ പെട്ടുപോകുന്നുണ്ട്. അവള് നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയാ ഒരു സർക്കസ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു. അവിടെ ഉണ്ടായ ആ റൈഡിന്റെ ഉള്ളിലേക്ക് അവൾ ഓടിക്കയറുകയാണ്. അതായത് സിനിമയുടെ ആരംഭത്തിൽ അവൾ സ്വപ്നം കണ്ടായിരുന്നല്ലോ ഒരു കാര്യം, ആ കാര്യം തന്നെ ഇവിടെ സംഭവിക്കുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് ഈ ക്ലൗഡിയുടെ ആൾക്കാർ വന്ന് കയറുന്നുണ്ട്, കൂടെ കുറച്ച് ഡീമൺസും. അവരെല്ലാവരും അവളെ അറ്റാക്ക് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥ വന്ന സമയത്ത് മറ്റേ രാക്ഷസനുണ്ടല്ലോ, അയാൾ ഇങ്ങോട്ടേക്ക് വരികയാണ്. തലയിൽ വലിയ ഒരു ഇരുമ്പിന്റെ ഹെൽമെറ്റ് എല്ലാം വെച്ച് നടക്കുന്ന ആ ആളുണ്ടല്ലോ, അയാള് തന്നെ. എന്നിട്ട് ഇവന്മാരെല്ലാം അതിൽ കെട്ടിയിട്ട് കത്തിച്ചു കളയാണ്. ഇതേ നേരം തന്നെ അലീഷയുടെ ഡാർക്ക് സൈഡ്, ആ ആത്മാവ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ അലീഷയുടെ ആ ഒരു ഡാർക്ക് സൈഡ് നമ്മുടെ ഷാരോണിൽ സംസാരിക്കുകയാണ്. ജനിച്ചപാട് തന്നെ നമ്മൾ രണ്ടുപേരും രണ്ടായിട്ട് സെപ്പറേറ്റ് ആയി പോയി. ഞാൻ ഈ ഇരുണ്ട ലോകത്തിലും അതുപോലെ തന്നെ നീ സന്തോഷത്തോട് കൂടിയിട്ട് നിന്റെ അച്ഛന്റെ കൂടെയും. ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്നോട് ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന്. നീ ഇങ്ങോട്ടേക്ക് വന്ന സ്ഥിതിക്ക് എനിക്ക് നിന്നിൽ ചേരാതിരിക്കാൻ കഴിയില്ല. ഞാൻ എന്താണോ അനുഭവിച്ചത്, എന്താണോ ഫീൽ ചെയ്തത്, അത് നീയും അറിയണം. നീ ഞാനായിട്ട് മാറണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഷാരോന്റെ ഉള്ളിലേക്ക് അലീഷയുടെ ആ ഒരു ഡാർക്ക് സൈഡ് കയറുകയാണ്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ റൈഡും അതുപോലെ തന്നെ ആ വലിയ രാക്ഷസനും ഇതെല്ലാം ഇല്ലാതാവുകയാണ്. ഷാരോൺ ഇപ്പൊ സാധാരണ ഒരു പെൺകുട്ടിയല്ല, അവളുടെ ഉള്ളിൽ ഒരു പവർ ഉണ്ട് ഇപ്പോ. എന്തായാലും ഷാരോൺ നേരെ കയ്യിലുള്ള ആ ഒരു മെഡാലിയനുമായിട്ട് നേരെ ക്ലൗഡിയും അവളുടെ ആൾക്കാരുള്ള ആ ഒരു കൾട്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയപാട് തന്നെ ഷാരോൺ പറയുന്നുണ്ട്, എന്റെ അച്ഛനൊന്നും ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തെ വെറുതെ വിടണം, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ക്ലൗഡി പറയാണ്, ഞങ്ങളുടെ ദൈവത്തിനെ ഈ ലോകത്തേക്ക് ജന്മം എടുക്കാനായിട്ട് നീ സഹായിക്കണം എന്ന് പറയണം. ശരി, നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം, പക്ഷെ എന്റെ അച്ഛനെ വിടണം എന്ന് പറയണം. ഇപ്പൊ ക്ലൗഡി പറയണം, അതെങ്ങനെയാ വിടാൻ പറ്റുക, നിന്റെ അച്ഛനെ കൂടെ ഞങ്ങൾക്ക് ഇവിടെ വെച്ച് ബലി കഴിപ്പിക്കണമല്ലോ. അപ്പൊ ഷാരോൺ ഒരു കാര്യം മനസ്സിലായി, ഇവരെന്തായാലും അവളെയും വെറുതെ വിടാൻ പോകുന്നില്ല, അതുപോലെ തന്നെ അവളുടെ അച്ഛനായിട്ടുള്ള ക്രിസ്റ്റഫറെയും വെറുതെ വിടാൻ പോകുന്നില്ല. ഇപ്പൊ ഷാരോൺ പറയാണ്, ശരി, നിങ്ങളുടെ ഈ ഒരു ഡീലിന് ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. അതിനു മുന്നേ എന്റെ കയ്യിലെ ഈ ഒരു മെഡാലിയൻ നിങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ക്ലൗഡിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അത് മേടിച്ച ഉടനെ തന്നെ അവളുടെ രൂപം പതിയെ പതിയെ മാറാൻ തുടങ്ങുകയാണ്. അതായത് അവളുടെ ഉള്ളിലുള്ള ആ ഒരു ക്യാരക്ടർ, അവളുടെ ആ ഒരു സ്വഭാവം എല്ലാം കൂടിയായി മാറിയ ഒരു ഡീമൻ രൂപത്തിലേക്ക് ഒറ്റയടിക്ക് ക്ലൗഡി അങ്ങ് മാറുകയാണ്. അതായത് ആ ഒരു മെഡാലിയൻ തൊട്ടപാട് തന്നെ ആ മെഡാലിയന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അവരുടെ ഉള്ളിൽ എന്താണോ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ മെഡാലിയന് കഴിയും. ഇപ്പൊ ക്ലൗഡിയ അവളുടെ ആ ഒരു യഥാർത്ഥ രൂപത്തിലേക്ക് വരികയാണ്. അതായത് അവൾ മനുഷ്യ സ്ത്രീ തന്നെയാണ്, പക്ഷെ അവളുടെ ഉള്ളിലെ ക്യാരക്ടറാണ്. എന്തായാലും ക്ലൗഡിയുടെ ആ ഒരു രൂപം നിങ്ങൾ കണ്ടോ, ഇതിനു മുന്നേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് ഷാരോണിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വൈറ്റ് ഡെവിൾ, അത് തന്നെയായിരുന്നു ഇത്. എന്തായാലും ക്ലൗഡിയുടെ ആ ഒരു യഥാർത്ഥ രൂപം കണ്ട് എല്ലാവരും ഭയന്നു പോവാണ്. അതായത് ആ കൾട്ട് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഭയന്നു പോകുന്നുണ്ട്, എല്ലാവരും പേടിച്ച് അവിടുന്ന് ഓടുകയാണ്. ഇപ്പോൾ അവരെല്ലാവരും വിചാരിക്കുകയാണ് ഇത്രയും നാൾ അവരെല്ലാവരും ഫോളോ ചെയ്തത് ഒരു ചെകുത്താനെയാണോ എന്ന്. ആ ഭയം കാരണം എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ്. ഇത് കണ്ട് പ്രാന്തിളകിയ ക്ലൗഡിയുടെ ആ ഒരു യഥാർത്ഥ രൂപം ഉണ്ടല്ലോ, അതിപ്പോ ഷാരോണിനെ കൊല്ലാൻ വേണ്ടി വരികയാണ്. കാരണം അവളുടെ ഈ ഒരു രൂപം എല്ലാവരിൽ നിന്നും അവൾ മറച്ചു വെച്ചായിരുന്നു. എല്ലാവരും അതിപ്പോ കണ്ടു. അപ്പൊ ആ ഒരു വാശിയിൽ ക്ലൗഡിയ ഷാരോണിനെ വെട്ടിമുറിച്ച് കൊല്ലാനായിട്ട് വരുമ്പോൾ ആ വാളിപ്പോ മറ്റൊരാൾ വന്ന് തടുക്കുകയാണ്. അതായത് ആ വലിയ രാക്ഷസൻ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള ബാക്കിയുള്ള ഡീമൺസ് എല്ലാം ഷാരോണിനെ കൊല്ലാൻ നോക്കിയെങ്കിലും ഈ ഒരു രാക്ഷസൻ, ഇയാൾ മാത്രം അലീഷയും ഷാരോണിനെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ടായതാണ്. സോ ക്ലൗഡിയുടെ ഉള്ളിൽ ആ ഒരു ചെകുത്താൻ, ആ വൈറ്റ് ഡെവിൾ അവളെ കൊല്ലാൻ നോക്കിയ സമയത്ത് അതിന്റെ വാളിനെ ഈ രാക്ഷസൻ തടുക്കുകയാണ്. മാത്രമല്ല അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ വലിയ വാള് അത് വെച്ച് ക്ലൗഡിയുടെ തല വെട്ടി മുറിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഷാരോണും അതുപോലെ തന്നെ കൂപ്പറും വേഗം ചേർന്നിട്ട് കെട്ടിയിട്ട ക്രിസ്റ്റഫറിനെ രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ. അവർ വേഗം തന്നെ ആ മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ കയ്യിൽ ആ ഒരു മെഡാലിയൻ ഉണ്ടല്ലോ, സോ ഈ ഒരു ഡാർക്ക് വേൾഡിൽ നിന്നും അവർക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയും. എന്നാൽ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ക്രിസ്റ്റഫർ പറയാണ്, മോളെ അതുപോലെ തന്നെ കൂപ്പർ, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോയിക്കോ, എനിക്ക് വരാൻ സമയമായിട്ടില്ല, എനിക്ക് എന്റെ ഭാര്യ അതായത് റോസിനെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഞാൻ വരുന്നത് വരെ ശരിക്കുള്ള ലോകത്തിൽ നിങ്ങൾ എന്നെ കാത്തു നിന്നാ മതി, നിങ്ങൾ തൽക്കാലം ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെട്ടോ എന്ന് പറയണം. അതുകൊണ്ട് തന്നെ ഷാരോണും കൂപ്പറും കൂടെ ആ മെഡാലിയൻ ഉപയോഗിച്ച് ശരിക്കുള്ള വേൾഡിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ക്രിസ്റ്റഫർ ഇപ്പോ അവന്റെ ഭാര്യയായിട്ടുള്ള റോസിനെ തേടിക്കൊണ്ട് വീണ്ടും ആ ഡാർക്ക് വേൾഡിലേക്ക്, സൈലന്റ് ഹിൽ എന്ന ആ ഡയമെൻഷന്റെ ഉള്ളിലേക്ക് അയാൾ വീണ്ടും പോവുകയാണ്. പിന്നീട് സിനിമയുടെ അവസാനം മറ്റൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. ആ ജയിലുണ്ടല്ലോ, ആ ജയിലിന്റെ നടുവിലൂടെ വലിയ വാളുമായിട്ട് നടന്നു പോകുന്ന ഇരുമ്പ് ഹെൽമെറ്റ് ധരിച്ച ആ വലിയ രാക്ഷസൻ, അയാൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ ഇവിടെ തീർന്നത് കേട്ടോ. ഇതിന്റെ ബാക്കി അറിയണമെങ്കിൽ അടുത്ത ഭാഗം ഇറങ്ങിയാൽ മതിയാവുള്ളൂ. എന്നാൽ ഇതുവരെയായിട്ടും അങ്ങനെയൊന്നും ഇറങ്ങിയിട്ടില്ല. പക്ഷേ 2026 സൈലന്റ് ഹിൽ റിട്ടേൺ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കഥയുമായിട്ട് ആ സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല. എന്തായാലും ഈ രണ്ട് മൂവിയുടെ ബാക്കിയായിട്ട് മറ്റൊരു മൂവി വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനത് കൊണ്ടുവരും കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.